നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സ്റ്റാൻലിയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലചന്ദ്രനും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ടെൻഷൻ ഇരട്ടിച്ചു. ഇത്രയും വലിയൊരു വീട്ടില് ഒന്ന് രണ്ട് ജോലിക്കാർ നിൽക്കുന്നുണ്ടോ, പിന്നെ സ്റ്റാൻലിയും. അവരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയത്തില്ല. അലീന ഒരു നിമിഷം ഇങ്ങനെ അന്താഴ്ച നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി എന്ത് ചെയ്തു? തന്റെ ജോലിക്കാർക്ക് എന്തോ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അവർ രണ്ടുപേരും കൂടെ ആന്റപ്പനും ബൈജുവും കൂടെ അലീനയുടെ അടുത്തേക്ക് വന്നു. അലീനയുടെ അടുത്ത് വന്നിട്ട് അലീനയുടെ ലഗേജ് ഒക്കെ എടുക്കാൻ തുടങ്ങുവാണ്. ആ സമയം അലീന അവരെ നോക്കി. അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ ലഗേജ് ഒക്കെ എടുക്കാനായിട്ട് വന്നിരിക്കണം. പക്ഷെ തന്റെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കാൻ പോലും തന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ ഇതുവരെയായിട്ടൊന്ന് വന്നിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം 10-22 വർഷത്തിന് ശേഷം കാണുന്നതല്ലേ. എന്നിട്ട് മോളല്ലേ ഒരാശ്വാസവാക്ക് പറയാനായിട്ട് അതിന് പോലും വന്നിട്ടില്ല. അങ്ങനെ അവര് വന്ന് പെട്ടിയെടുക്കാനായിട്ട് വരുമ്പോഴത്തേനും അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. സാധാരണഗതിയില് കടപ്പാട്ട് വീട്ടിലാണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? തന്റെ കൈയും പിടിച്ചോണ്ട് തന്റെ ബാക്കി എടുത്തിട്ട് അങ്ങോട്ട് കയറി പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. തന്റെ അച്ഛനെന്ന് പറയുന്ന അയാള് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ്, ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ട്. എങ്കിലും ഒരു കൈ വന്ന് ഈ ബാഗ് കൊണ്ടുവെക്കാൻ സഹായിക്കുമല്ലേ ചെയ്യുന്നത്. അങ്ങനെ ആന്റെ ഒപ്പം വന്ന് ബാഗ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അലീന പറഞ്ഞു, അതവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അത് വേണ്ട, ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു. പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി, ഇത് എനിക്ക് എടുക്കാവുന്നുള്ളൂ, അത്ര വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഉള്ളതല്ലെന്ന് പറഞ്ഞു. അതെ, എന്റെ പെട്ടിയും ബാഗും ഒക്കെ വേറുള്ളവർ എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അലീനയുടെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം. ഈ സമയത്ത് 1-2 നായ്ക്കൾ എന്ത് ചെയ്തു? അലീനയുടെ അടുത്തേക്ക് വന്നു. അവർ നല്ല അനുസരണയുള്ള നായ്ക്കുട്ടികളെ പോലെ അലീനയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ആന്റപ്പൻ പറഞ്ഞു, അല്ല ഇതിങ്ങ് തന്നേരെ, വെറുതെ കേണൽ സാബിന്റെ വായന്ന് ഞങ്ങളെ ചീത്ത കേൾപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അതെ, ഇത് എനിക്ക് ഉള്ളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും കാലം ഞാനൊരു സെർവന്റിന് ജോലിയെ ചെയ്തുകൊണ്ടിരുന്നേ, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ നല്ല പരിചയമുള്ള കാര്യ, അത്ര വലിയ പുത്തിരിയൊന്നും അല്ലാന്ന് പറഞ്ഞു. അലീന ഇതൊക്കെ പറയുമ്പോ അവരിങ്ങനെ അലീനയെ രൂക്ഷമായിട്ട് നോക്കുവാണ്. അലീനയ്ക്ക് സംശയമായി, താൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന്. അപ്പോഴേക്ക് സ്റ്റാൻലി അതും കൂടെ വന്നിട്ട് പറഞ്ഞു, അത് അവിടെ വെച്ചേക്ക്, അത് തൂക്കി പിടിച്ചോണ്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ആന്റപ്പനെയും ബൈജുനെയും ഒക്കെ ചീത്ത പറഞ്ഞു, നിങ്ങൾ അവിടെ എന്ത് നോക്കി നിൽക്കുക? അതെടുത്തോണ്ട് പോയി മുറി വെക്കാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പട്ടാളച്ചിട്ടോട് കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവര് പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്നു. അലീനയുടെ പെട്ടി എടുക്കാതെ ഇപ്പൊ അലീന പറഞ്ഞു, വേണ്ട ഞാൻ എടുത്തോളാന്ന് പറഞ്ഞില്ലേ. അവന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരിടത്ത് എടുക്കാൻ പറയുന്നു, ഒരിടത്ത് എടുക്കണ്ടെന്ന് പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് പെട്ട് അവരാകെപ്പെടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. പിന്നീട് അലീന പറഞ്ഞു, അതെ എന്റെ മുറി എവിടെയാന്ന് കാണിച്ചു തന്നാ മതി, ഞാനിതെല്ലാം എവിടെയാ കൊണ്ടേ വെക്കണ്ടേന്ന്, ഞാൻ അതവിടെ കൊണ്ടേ വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാൻലി ആന്റപ്പനെ നോക്കിയിട്ട് പറഞ്ഞു, കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു നിർദ്ദേശം വരുന്നത് അത് കേട്ടവര് തന്നെ ആന്റപ്പൻ എന്ത് ചെയ്തു? പെട്ടെന്ന് മുറി കാണിക്കാനായിട്ടും കൂടെ പോയി. അലീന ആ ബാഗൊക്കെ എടുത്തോണ്ട് അയാളുടെ പിന്നാലെ പോവുകയാണ്. ആ സമയത്തും അലീന മനസ്സിലോർത്തെ തന്റെ അച്ഛനായിരുന്നെങ്കിൽ, അതായത് ബാലചന്ദ്രൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊരു ചിന്ത. ഇതിപ്പോ പട്ടാളച്ചിട്ടോടെ നിർദ്ദേശിക്കുന്നു, ബാക്കി ജോലിക്കാരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നു. ഒടുവില് ആന്റപ്പൻ ഒരു മുറി കാണിച്ചു കൊടുക്കുകയാണ്. അതെ, ഈ മുറിയിലേക്ക് കൊണ്ട് വെച്ചു, ഇത് ഇവിടുത്തെ ഗസ്റ്റ് റൂമാന്ന് പറഞ്ഞു. എന്നിട്ട് മുറി തുറന്ന് കാണിച്ചു കൊടുത്തു. അലീന ഒന്ന് നോക്കി, വലിയതായിട്ട് വലിയൊരു മുറി, അതായത് അതിന്റെ നീളവും വീതിയൊക്കെ ഇത്ര വലിയ വലിപ്പം കൂടിയതാണ്. കാരണം കൊല്ലപ്പള്ളി കടപ്പാട്ട് വീട്ടില് ഇത്ര വലിയ മുറികളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടത്തെ ബെഡ് പോലത്തെ ബെഡൊന്നുമല്ല, ബെഡും കാര്യങ്ങളും AC TV എല്ലാം തന്നെ മുറിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. അലീന ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. ഒരു പക്ഷെ അച്ഛൻ പറഞ്ഞത് ഒരത്ഭുത ലോകത്ത് താൻ എത്തുന്ന ഇതാണോ? ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല താൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ അലീന എന്ത് ചെയ്തു? ആ ബാഗ് അവിടെ കൊണ്ടേ വെച്ചു. ഈ സമയത്ത് അലീനയുടെ പിന്നാലെ തന്നെ 3-4 നായ്ക്കൾ വരുന്നുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? മുറിക്ക് പുറത്ത് നിന്നുള്ളൂ. അപ്പോഴലീനയ്ക്കൊരു കാര്യം മനസ്സിലായി. കാരണം മുറിയിലേക്ക് കയറാനായിട്ട് അവർക്ക് ചിലപ്പം പറ്റില്ലായിരിക്കും. കാരണം നിർദ്ദേശം ഉണ്ടായിരിക്കും മുറിയിലേക്ക് കയറരുതെന്ന്, അതുകൊണ്ടായിരിക്കും അവരവിടെ നിൽക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അലീന മുറിയൊക്കെ നോക്കി. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആ വലിയ മുറിയും കാര്യങ്ങളൊന്നും അലീന ഒരിക്കലും ഒരു ഇമ്പ്രസ് ചെയ്യിച്ചില്ല. അലീനയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോയാൽ മതിയെന്നുള്ളൂ. വലിയൊരു മുറി, അതിനകത്ത് ഒറ്റപ്പെട്ട പോയതുപോലെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ് അലീനയ്ക്ക്. എങ്ങനെയും ഒന്ന് തിരിച്ചു പോയാൽ മതി എന്നൊരു ചിന്ത. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല താൻ വിചാരിച്ചെ. തന്റെ അച്ഛനാന്ന് കരുതി കഴിഞ്ഞപ്പം തന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും, ചേർത്ത് പിടിക്കൂന്നൊക്കെ കരുതിയതാ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല.
പിന്നീട് അലീന വാതക്കലേക്ക് നോക്കി കഴിയുമ്പോഴത്തേനും ഒരു നായ ഇങ്ങനെ മൂളി ഞെരണ്ടിയൊക്കെ സൗണ്ട് ഇടാക്കൂടെ. പെട്ടെന്ന് അലീന അവനെ കൈകാട്ടിയും കൂടി വിളിച്ചു. അത് ചാടി കുതിച്ച് അകത്തേക്ക് വന്നു. അപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അലീനയ്ക്ക് പണ്ട് തൊട്ട് നായ്ക്കളോട് ഭയങ്കര സ്നേഹമാണല്ലോ. അലീന പറഞ്ഞു, അതെ നിങ്ങളോട് എനിക്ക് പിണക്കൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവറ്റകളുടെ തലയിൽ ഇങ്ങനെ പതുക്കി ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യണം. ആ സമയത്താണ് ഒരു വിളിയച്ച കേട്ട ടോമിന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നായ്ക്കുട്ടി എന്ത് ചെയ്തു, ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടി. അലീനയ്ക്ക് മനസ്സിലായി അത് ടോമിക്കുള്ള നിർദ്ദേശമായിരുന്നു. പിന്നീട് സ്റ്റാൻലി വന്നിട്ട് പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു മുറിക്കകത്തേക്ക് കയറാനായിട്ട്? പറഞ്ഞ അറിയത്തില്ലെന്ന് ചോദിച്ചു. പെട്ടെന്ന് എന്ത് ചെയ്തു, സ്റ്റാൻലിയുടെ കാൽച്ചൂട്ടിലേക്ക് അത് പോയി നിന്നു. സ്റ്റാൻലി മുറിയിലേക്ക് കയറി വന്നു. കയറി വന്നിട്ട് അലീനയെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഗസ്റ്റ് റൂമല്ലേ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഇത്രയും വലിയ മുറിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ മുറി മതി എന്ന് പറഞ്ഞു. ഒരു പായും തലവണെ അത്രയും മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സ്റ്റാൻലി പറഞ്ഞു, അതെ ഈ വീട്ടിലെ ഏറ്റവും ചെറിയ മുറി ഇതാ, ഇത് കൂടുതൽ ചെറിയ മുറിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. സ്റ്റാൻലി അങ്ങനെ ശബ്ദമില്ലാതെ ചിരിക്കുമ്പോഴത്തേനും അലീനയ്ക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. കാരണം അലീനയ്ക്ക് നല്ല സങ്കടവും ദേഷ്യമൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് ആന്റപ്പനെ സ്റ്റാൻലി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ഈ വീടൊക്കെ കൊണ്ടുപോയി ഈ കുട്ടിയെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ലെ എവിടേക്കാ കാണിച്ചു കൊടുക്കണ്ടേ? അത് വീടും പരിസരവും മുഴുവൻ കാണിച്ചു കൊടുക്കണം, മനസ്സിലായോ നിനക്ക്? ശരി സാബ് എന്ന് പറഞ്ഞു. അല്ല കാട്ടിക്കൊടുക്കാം, അല്ല കുട്ടി റെഡിയായെന്ന് അതൊന്നും അറിയേണ്ട കാര്യമില്ല, നിന്നോട് പറയുന്ന കാര്യം നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു സ്റ്റാൻലി. അങ്ങനെ ഒടുവില് സ്റ്റാൻലി അങ്ങ് തിരിയുമ്പോഴത്തേനും അലീനയ്ക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് തിരിഞ്ഞു എന്നിട്ട് സ്റ്റാൻലി പറഞ്ഞു, അതെ എന്താവശ്യം ഉണ്ടെങ്കിലും ആന്റപ്പനെ വിളിച്ചു പറയാൻ മടിക്കരുത്, ആന്റപ്പനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതോടെ കേട്ടിച്ചപ്പോ അലീനയ്ക്ക് ഒന്നുകൂടെ ദേഷ്യവും സങ്കടവും ഇരട്ടിച്ചു. കടപ്പാട്ടൊരു വീട്ടിലാണ് അച്ഛൻ പറയുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും മോൾ എന്നോട് പറയാൻ മടിക്കരുത് എന്നാണ്. സ്വന്തം അച്ഛനല്ലാതിരുന്നിട്ടും എന്തൊരു വാത്സല്യം വേണം തന്നോട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, ജോലിക്കാരനോട് പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും കടപ്പാട്ടൊക്കെ തിരിച്ചു പോയാൽ മതി എന്നൊരു ചിന്ത മാത്രം അലീനയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരു പാടച്ചട്ടയ്ക്കുള്ളിൽ പെട്ട അവസ്ഥയാണ്. അപ്പോഴേക്ക് സ്റ്റാൻലിയുടെ ഉത്തരവ് വീണ്ടും വന്നു. ആന്റപ്പ നിന്നോടല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. പെട്ടെന്ന് അല്ല എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. എപ്പോ പറഞ്ഞാലും ഈ കുട്ടി ആ കുട്ടി എന്നൊക്കെയാ പറയുന്നുള്ളൂ, തന്റെ മോളെന്ന് പറഞ്ഞ് പറയുന്ന പോലുമില്ല. അല്ലെങ്കിൽ ഇത് തന്റെ മോളാണ്, ഒരു കുറവും വരാതെ നോക്കണം എന്നൊക്കെയല്ലേ ജോലിക്കാരനോട് പറയണ്ടേ. അതിന് പകരം ഈ കുട്ടി കടപ്പാട്ട് വീട്ടിലെ അച്ഛനാണെങ്കിൽ തന്റെ കൈയും പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും മോളേന്ന് വിളിക്കത്തുള്ളൂ. ഒടുവിൽ അലീനയ്ക്കാണ് സങ്കടവും ദേഷ്യവും വന്നു. അലീന ആന്റപ്പനോട് പറഞ്ഞു, അതെ പോയിക്കോ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആന്റപ്പൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന അവിടെ ഇരുന്നു, ആ ബെഡേലിരുന്നു. അലീനയ്ക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. അങ്ങനെ അലീന ബാഗ് എടുത്ത് തുറക്കുവാണ്. അപ്പോഴാണ് പാപ്പ ഇത് കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടുണ്ടായിരുന്നു ഒരു ബാഗിനകത്ത്. അലീന ആ ബാഗ് എടുത്ത് നോക്കി. തുറന്നു നോക്കി കഴിഞ്ഞപ്പോ വില കൂടി ചുരിദാറും കാര്യങ്ങളും ഒക്കെയാണ് അലീനയ്ക്ക് വേണ്ടിയിട്ട്. അതിന്റെ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബബിത മേടിച്ചു കൊടുത്തു വിട്ടിരിക്കുന്നത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ശരിക്കും പറഞ്ഞാല് ബബിതയെ മിസ് ചെയ്യുന്ന പോലെ തോന്നി. അതൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പം ബബിതയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അലീനയ്ക്ക് തോന്നിയത്. എന്തൊരു ബുദ്ധിമുട്ടാ, ഇത്രയും ടെൻഷൻ ആവുന്ന അലീന ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് അലീന അവിടെ ഉണ്ടായിരുന്ന അലമാരിയെ തുറന്നു നോക്കി. അതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോ കുറെ ഡ്രസ്സുകളൊക്കെ അത് അലീനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചാന്ന് തോന്നി. പക്ഷെ എന്തോ അലീനയ്ക്ക് അതിനകത്തൊന്നും ഒന്നുപോലും എടുക്കാൻ തോന്നിയില്ല. അതെല്ലാം അവിടെ തന്നെ വെച്ചു. അലീന പിന്നീട് താങ്കൊടുന്ന ബാഗിനകത്ത് കുറച്ച് ഡ്രസ്സ് എടുത്ത് അതിനകത്ത് ഇങ്ങനെ എല്ലാം നല്ല ചിട്ടയ്ക്ക് അടുക്കി വെച്ചു. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഭവിത കൊടുത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അലീനയ്ക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനമായത്. പിന്നീട് അലീന പതുക്കെ ബാത്റൂമിൽ അങ്ങോട്ട് നോക്കി. അങ്ങനെ ബാത്റൂം തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിശാലമായൊരു ബാത്റൂം. അതിശയത്തോട് കൂടിയിട്ടാണ് അലീന അവിടെയൊക്കെ നോക്കിയത്. ഇത്രയും വലിയ റൂമും കാര്യങ്ങളും ഒക്കെ, ഇതൊന്നും തനിക്ക് ആവശ്യമില്ല, തനിക്ക് എവിടെയെങ്കിലും ഒന്ന് ചുണ്ടുകൂടി കിടന്നാൽ മതിയല്ലോ എന്നൊരു ചിന്ത മാത്രം അലീനയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്താണെങ്കിലോ കാർ ഷെഡിലിരുന്ന് സംസാരിക്കുക ആന്റപ്പനും ബൈജുവും കൂടെ. അവരുടെ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അത് അലീന തന്നെയാണ്. കാരണം എത്ര ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല ആ പെണ്ണ് ഏതാ എന്താ എങ്ങനെയാന്നൊക്കെ. ഈ സമയത്ത് ആന്റപ്പൻ പറഞ്ഞു, എന്നാലും ആ പെണ്ണ് ഏതായിരിക്കും? ബൈജു പറഞ്ഞു, അല്ല ഈ കാർ നേരത്തെ കണ്ടോളല്ലേ, അയാൾ ഇവിടെ വന്നിട്ടുള്ളതല്ലേന്ന് ചോദിച്ചു. ആന്റപ്പൻ പറഞ്ഞു, അതെ അതറിയാം, പക്ഷേ എന്തോ കുഴപ്പം പിടിച്ച കേസായതെന്ന് തോന്നേ. അതെന്താ? അല്ല ഇത്രയും നാളായിട്ടും കേരള സഭ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഒരു പെണ്ണിനെ കൊണ്ടുവരുന്ന കാര്യമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം കേരള സഭയുടെ ഭാര്യയുടെ ആരെങ്കിലും ആണോ? അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു.
ഇനിയിപ്പോ റിലേഷൻ ആരെങ്കിലോ? ഓ, എനിക്കൊന്നും തോന്നില്ല. ഇനിയിപ്പം കേരളസഭയുടെ ഇളയമ്മമാരുടെ ആന്റിമാരുടെ അങ്ങനെ ഏതെങ്കിലും ബന്ധത്തിലുള്ള കുട്ടിയാണെന്നും അറിയത്തില്ലോ. അപ്പോഴേക്കും ആന്റപ്പൻ പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ എന്നാലും ഇത്ര നാളും എവിടെയായിരുന്നു? ഇതുവരെയായിട്ട് നമ്മളിവ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഇതൊരു പരിചയം നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആ പെൺകൊച്ച് കേണസാവനോട് പെരുമാറുന്ന കണ്ടിട്ടുണ്ടോ? സംസാരിക്കുന്ന കണ്ടോ? ഇല്ലല്ലോ. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക മാത്രം ചെയ്യും. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട് ബൈജു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബൈജു പറഞ്ഞു, എനിക്ക് നേരത്തെ തോന്നിയ കാര്യമാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ കേണസാബിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ആ പെൺകുട്ടി ആദ്യമായിട്ട് കാണുന്ന പോലെ അല്ലേ? അവര് ബന്ധുക്കളാണെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? അങ്ങനെ 100 സംശയങ്ങളായിരുന്നു ആന്റപ്പനും ബൈജുവിനും ഒക്കെ. പിന്നീട് കുറെ സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് ബൈജു പറഞ്ഞു, ചിലപ്പോ അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലോ? പക്ഷെ എന്നാലും ഒരു സംശയമുണ്ട് ആന്റപ്പേട്ട എനിക്ക്. എന്താ? അല്ല, അങ്ങനെയാണെങ്കിലും മുതലാളി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വീട്ടിലേക്ക് വേറൊരു പെൺകൊച്ചിനെ കൊണ്ട് താമസിപ്പിക്കോ? ഓ, അത് ശരിയാണല്ലോ. അതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ കൊണ്ട് താമസിപ്പിച്ചാൽ തന്നെ ഇത്ര ഒരുക്കങ്ങളൊക്കെ നടത്തുവോ? ഇതിപ്പം കാറ്, AC, ഫ്രിഡ്ജ് എല്ലാം പുതിയത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ രണ്ടുപേർക്കും കൺഫ്യൂഷനാ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, ആ പെണ്ണിനെ എനിക്കത്ര പിടിച്ചിട്ടില്ല കേട്ടോ ആന്റപ്പൻ ചേട്ടാ. അതെന്താ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം കൂടി പിടിച്ചിട്ടില്ല. എന്തോ വന്നപ്പോ ഒരു ഏനക്കേട് പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന അവിടേക്ക് വരുന്നുണ്ട്. മിക്കവാറും ആന്റപ്പച്ചേട്ടനെ അന്വേഷിച്ച് വരുന്നതായിരിക്കും. വീടും പരിസരവും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞോണ്ട് ആന്റപ്പൻ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ആന്റപ്പന് പിന്നാലെ തന്നെ ബൈജുവും കൂടെ പോയി. ബൈജുവിന് ഒരു സമാധാനമില്ല, കാരണം എന്തായാലെന്നൊക്കെ അറിയത്തില്ലാത്തോണ്ടേ. അലീന എന്ത് ചെയ്തു? അവരൊന്നും നോക്കിയിട്ട് മിണ്ടാതെ അങ്ങ് നടക്കുവാണ്. അലീനയ്ക്ക് വല്ലാത്തൊരു അപരിചിതത്വം തോന്നി, എവിടെയോ വന്ന് പെട്ടതുപോലെ. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു പ്രാവിന്റെ കൂടും കുറച്ച് പ്രാവുകളും എല്ലാം കണ്ടു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അലീനയ്ക്ക് പ്രാവുകളോടും അതുപോലെ തന്നെ മൃഗങ്ങളോടും ഒക്കെ ഭയങ്കര സ്നേഹമുള്ള, അതുകൊണ്ടാണ് അലീനയ്ക്ക് അത്ര സന്തോഷം തോന്നിയത്. ഒടുവില് അലീന ചോദിച്ചു, അല്ല ഇവിടെ അടുത്ത് വേറെ വീടൊന്നും ഇല്ലെന്ന് ചോദിച്ചു. വീടുണ്ട്, അത് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീട് സ്ഥലം എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 2-3 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വീടും വളപ്പും മാത്രമായിട്ട് 2-3 ഏക്കർ ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം അലീനയെ ചൂണ്ടിക്കാണിച്ചു. പിന്നെ റബ്ബർ തോട്ടമുണ്ട് അപ്പുറത്ത്. അതെന്ന് പറയുമ്പോ പുതിയ റബ്ബർ തോട്ടം 150 ഏക്കറുണ്ട് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും അലീന ഇങ്ങനെ ആന്റപ്പനെ നോക്കി. കാരണം അലീനയ്ക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല, അല്ലെങ്കിലും അലീനയ്ക്ക് അതിന് വലിയ താല്പര്യം കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ബൈജു സൂത്രത്തിൽ ചോദിച്ചു, അതെ കൊച്ചമ്മയുടെ പേരെന്താന്ന് ചോദിച്ചു. അത് കേട്ടിപ്പത്തിനും ബൈജുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഞാൻ കൊച്ചമ്മയൊന്നും അല്ല, എന്റെ പേര് അലീന, അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, മുതലാളിയുടെ ആരായിട്ട് വരും കേണൽ സാബിന്റെ? അത് കേണൽ സാബിനോട് എന്നെ ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. സ്വന്തക്കാരെയൊക്കെ ഒരുമാതിരിപ്പെട്ട സ്വന്തക്കാരെയൊക്കെ എനിക്കറിയാം. ഞാനിവിടെ വന്നിട്ട് 5-8 വർഷമായി. അപ്പോഴേക്കും ആന്റപ്പൻ പറഞ്ഞു, ഞാനാണെങ്കിൽ കേണൽ സാബിന്റെ കൂടെ പോയിട്ട് കുറെ കാലമായി, ഇതുവരെയായിട്ടും കണ്ടിട്ടുമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചാ. എവിടുത്തെ കാര്യം എന്താന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ അലീന പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞില്ല എന്റെ പേര് അലീന, ഞാൻ കഴക്കൂട്ടത്തെ ഒരു അനാഥാലയത്തിലാണ് ജനിച്ചു വളർന്നത് 23 വർഷം മുമ്പ്. പിന്നെ ഒരു കാലത്ത് കുറച്ചാള് ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആന്റപ്പനും ബൈജു ഒക്കെ പരസ്പരം നോക്കി. ഇതെന്ത് മറിമായം, ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു അനാഥ പെണ്ണിന് വേണ്ടിയിട്ടാണോ റിട്ടയർഡ് സ്റ്റാൻലി ജോസഫ് ഈ ബ്രഹ്മാണ്ഡ ഒരുക്കങ്ങളെല്ലാം നടത്തിയത്? അത് ഒരു വീട്ടുജോലിക്കാരി. വീട്ടുജോലി എന്ന് വെച്ചാൽ എന്താ എന്ന് ആന്റപ്പൻ നോക്കി ചോദിച്ചു. കാരണം ആന്റപ്പൻ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. വീട്ടുജോലി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, പക്ഷെ അലീന വീട്ടുജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ അറിയത്തില്ലേ, മുറ്റമടിക്കണം, വീട് തുടയ്ക്കണം, പാത്രം കഴുകണം, കഞ്ഞിയും കറിയും എല്ലാം വെക്കണം, എച്ചിൽ പാത്രം കഴുകണം, അങ്ങനെ കുറേയധികം ജോലികള്. അലീന ഒരു ചെറു ചിരിയോടെ കൂടിയിട്ട് അത് പറയുന്നേ. ആ സമയം കിളി പോയത് ആന്റപ്പന്റെയും ബൈജുവിന്റെ ആയിരുന്നു. കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതുപോലെ ഒരു പെണ്ണിനെയാണോ ഇത്ര രാജ്ഞിയായിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നിരിക്കുന്ന സാറ്? ഒന്നും അങ്ങോട്ട് മനസ്സിലാതെ കിളി പോയ അവസ്ഥയിൽ അവർ നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാ പറയണേന്ന്. അപ്പൊ എന്നാ കേൾക്കാൻ താല്പര്യമുള്ളവര് നാളെ ഉച്ചയ്ക്ക് ചാനലിനകത്ത് സെർച്ച് ചെയ്താൽ മതി കേട്ടോ, ഇതിന്റെ ബാക്കി കഥ കിട്ടുവേ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മാത്രം ഞാനിത് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത്
അന്നൊന്നും നടക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു.